നമ്മുടെ എക്സ്പീരിയൻസ് സെറ്റപ്പ്. ഇതൊരു ടാവോന്റെ DC പമ്പാണ്. ബ്രഷ് ടൈപ്പ് ആണ് മോഡൽ. ബ്രഷ്ലെസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് ചെയ്യാനുള്ള പ്രഷർ കുറവ്. നമുക്ക് ഒരു ഇതിന് മുകളിൽ നമ്മൾ പ്രഷർ ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈൻ ഇതൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നം വരും. അതുകൊണ്ട് ഉള്ളതിൽ പ്രഷർ ഏറ്റവും കുറവുള്ള മോഡൽ എടുത്തേക്കുന്നത്. മാക്സിമം 3 ബാർ വരെ എത്തുന്ന മോഡലാണ്. ഒരു 2 to 3 ബാർ നമ്മൾ ആ റേഞ്ചിലൊരു പമ്പാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ മോട്ടർ കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കിർലോസ്കറിന്റെ വരുന്ന ഒരു പമ്പ് കൺട്രോളറാണ്. ഒരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പമ്പ് കൊണ്ട് വേറെ ബ്രാൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരു കൺവീനിയന്റ് ആയ ഒരു മോഡൽ ഞാൻ എടുത്തു എന്നുള്ളൂ. കിർലോസ്കറിന്റെ ഒരു പമ്പ് കൺട്രോളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ DC വർക്ക് ചെയ്യുന്ന പമ്പ് ആയതുകൊണ്ട് അതിനോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു SMPS വെച്ചിട്ടാണ് ഞാൻ AC-നെ DC-യിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു SMPS ആണ് ഇത് വെക്കുന്നത്. അത് പിന്നെ വെക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കി കിട്ടേക്കുന്നത്. അതുകൊണ്ട് തോന്നണ്ട. പിന്നെ ഈ വയർ അധികം കോംപ്ലിക്കേഷൻ ഒന്നും തോന്നില്ല. അത് ഞാൻ വയറിങ് ഞാൻ അവസാനം പറഞ്ഞു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ മോട്ടർ ഓൺ പൊസിഷനിലാണ്. ഈ ഓൺ പൊസിഷനുള്ള സമയത്ത് നമ്മളിതൊന്ന് ഔട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പതിയെ നമ്മൾ കട്ട് ചെയ്യാണ്. നമ്മളിത് ഓഫ് ആക്കിയിട്ടുണ്ട്. വെള്ളം ഔട്ട് നിന്നു. മോട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണ്. വർക്ക് ചെയ്യുന്നത് ഓഫ് ആയിട്ടില്ല. ഓക്കെ, ഇതാ ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ആദ്യം ആ പ്രഷർ ഇത് വന്നിട്ട് ആ ഒരു കുറച്ച് നേരം അത് ആക്കി അപ്പോഴത്തേക്ക് കൺട്രോളർ സെൻസ് ചെയ്തു. നമ്മൾ പ്രഷർ സെൻസ് ചെയ്ത് പ്രഷർ ക്ലോസ് ആയി എന്നുള്ള സെൻസ് ചെയ്തു കൺട്രോളർ. അത് SMPS വഴി അതിന് മോട്ടറിന് അത് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇത് കട്ട് ഓഫ് ആയിട്ടുണ്ട്. പിന്നെ വയറിങ് എന്താണെന്നുണ്ടെങ്കിൽ സിമ്പിൾ വയറിംഗ് ആണ്, വേറെ ഒന്നുമില്ല. നമ്മൾ വരുന്ന ലൈൻ വരുന്നത് നമ്മൾ നേരിട്ട് ഈ കൺട്രോളറിന് കൊടുത്തു. കൺട്രോളറിന് നമ്മൾ AC ആണ്, AC ടൈപ്പ് കൺട്രോളർ ആയതുകൊണ്ട് AC വർക്ക് ചെയ്യുന്ന കൺട്രോളാണ്. AC കറണ്ട് കൊടുത്തിട്ട് അതിന്റെ ഔട്ട് നമ്മൾ നേരിട്ട് മോട്ടറിലോടാണ് സാറിന് കൊടുക്കാറ്. അത് മോട്ടറിൽ ഇത് DC പമ്പ് ആയതുകൊണ്ട് AC ഔട്ട്പുട്ട് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ AC ഔട്ട്പുട്ടിനെ എടുത്തിട്ട് ഒരു SMPS കൊടുത്തിട്ട് SMPS ഔട്ട് നമ്മുടെ മോട്ടറിലോട്ട് കൊടുത്തു. അപ്പം സാറിന് നമ്മുടെ AC തന്നെയാണ് ഈ കൺട്രോളിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ SMPS വെച്ച് നമ്മുടെ മോട്ടറിന് കൊടുക്കുന്നത് DC ആണ് സാധനം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിച്ചത്. ഇപ്പോൾ മോട്ടർ ഓഫിലാണുള്ളത്. നമ്മളിതൊന്ന് വാൽവ് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താ ഓൺ ആകുമോ എന്നുള്ളതും കൂടെ നോക്കാം. നമ്മൾ ഓൺ ആക്കിയപ്പോൾ തന്നെ മോട്ടർ ഓണായി. ആദ്യം വന്നത് ഇതിൻ്റെ ഉള്ളിൽ ലൈനുള്ള പ്രഷർ റിലീസ് ചെയ്തതാണ്. പിന്നെയാണ് മോട്ടർ ഓണായി തുടങ്ങിയത്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ DC ആയതുകൊണ്ട് അങ്ങനെ ശബ്ദം അധികം നമുക്ക് ഉണ്ടാവില്ല. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കിംഗ് സൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് ലാഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ മോട്ടർ ഓണായി. മോട്ടർ ഇപ്പോൾ മോട്ടർ വർക്കിങ്ങിലാണ്. ജസ്റ്റ് ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൈബ്രേഷൻ, വെള്ളം വരുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിന് വൈബ്രേഷൻ കാണാം. ഈ ക്യാമറയിൽ എത്ര വെച്ചാൽ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇത് ഇങ്ങനെ പ്രാക്ടിക്കലി എങ്ങനെ ആവില്ല. ഈ തിയറി നമ്മളൊരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് സക്സസ് ആണ്. പ്രാക്ടിക്കലി ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരികയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി അതിനെ വീഡിയോ ചെയ്യാം.